ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രത്യേകിച്ച് കേരളത്തിലെ ഗ്രാമീണ ജനങ്ങൾക്കുൾപ്പെടെ വീട്ടമ്മമാരുൾപ്പെടെ ഇപ്പോൾ LPG ഗ്യാസിലേക്ക് പോകുന്നതാണ്. പിന്നെ ഗെയിൽ പൈപ്പിൻ്റെ ഗ്യാസ് കൊണ്ട് വാതകം പൊതുവാതക സംവിധാനമൊക്കെ ഉണ്ട്. എറണാകുളത്തൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തൊക്കെ അതിൻ്റെ പൈപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു. പക്ഷേ എന്തായാലും LPG സിലിണ്ടറിന് അതായത് ഗ്യാസിന് പുതിയ ബുക്കിംഗ് സിസ്റ്റവും പുതിയ രീതിയുമാണ് ഇന്നു മുതൽ വരുന്നത്. മെയ് 1 LPG സിലിണ്ടർ വില കൂടാൻ വിലയും കൂട്ടിയിട്ടുണ്ട്. LPG സിലിണ്ടറിന് വിലയും കൂട്ടിയിട്ടുണ്ട്. ഇറാൻ US സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലും ഹോർമൂസിലൂടെയുള്ള ചരക്ക് നീക്കത്തിൻ്റെ പ്രതിസന്ധിയിലുമാണ് ഇന്ത്യയിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇന്നു മുതൽ മാറ്റം പ്രാബല്യത്തിൽ വരുന്നു. മാറ്റം വരുന്നത് ഇങ്ങനെയാണ്. പുതിയ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ നഗര പ്രദേശങ്ങളിൽ 21 ദിവസം ആയിരുന്നു എന്നുള്ളത് 25 ദിവസമാക്കി. 4 ദിവസം കൂടെ കൂടുതൽ കഴിഞ്ഞാൽ മാത്രമേ ഒരു ഗ്യാസ് കുറ്റി തന്നാൽ ബുക്ക് ചെയ്യണം. നമുക്ക് ഉടനെ ബുക്ക് ചെയ്യാം. പക്ഷേ അടുത്ത ഗ്യാസ് കുറ്റി നമുക്ക് കിട്ടണമെങ്കിൽ 25 ദിവസം കഴിഞ്ഞാലേ കിട്ടുകയുള്ളൂ. ഗ്രാമങ്ങളിൽ 25 ദിവസം എന്നുള്ളത് 45 ദിവസമായി. ഇപ്പോൾ ഗ്രാമങ്ങളിൽ കുറച്ച് വിറകൊക്കെ കരുതി വെച്ചോളൂ, അല്ലെങ്കിൽ ഗ്യാസ് ഫുള്ള് കിട്ടണമെന്ന് നിർബന്ധമില്ല. ആളുകൾ ഇൻഡക്ഷൻ കുക്കറിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഇൻഡക്ഷൻ കുക്കർ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും കറണ്ട് കട്ടും പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ വരാനുള്ള സാധ്യതയും മുന്നിൽ കാണണം. എന്തായാലും സിലിണ്ടർ കിട്ടാൻ വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ബുക്ക് ചെയ്ത ആൾക്ക് തന്നെയാണ് സിലിണ്ടർ ലഭിക്കുന്നത് ഉറപ്പാക്കാൻ നിലവിൽ ഓൺ ടൈം പാസ്വേഡ് ഒരു OTP വരുന്നുണ്ട്. അത് ഇനിയും ആ സംവിധാനം തുടരും. 98% ബുക്കിങ്ങുകളും ഓൺലൈൻ വഴിയാണ് നടക്കുന്നത്. വളരെ കുറച്ച് പേരാണ് നേരിട്ട് പോയി എടുക്കുന്നത്. ഇത് ഡെലിവറി ഏജൻറ്റിന് കൈമാറിയാലേ സിലിണ്ടർ ലഭിക്കൂ. അതിപ്പോഴും അങ്ങനെയാണ്. OTP കൈമാറണം. അപ്പോഴാണ് നമുക്ക് OTP നമ്പർ ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെസ്സേജ് വരും. അപ്പോഴാണ് നമുക്ക് ഗ്യാസ് നമുക്ക് അനുവദിച്ചു എന്നുള്ള ഒരു തെളിവും കൂടെയാണത്. വീട്ടിൽ വരുമ്പോൾ OTP നമ്പർ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഗാർഹിക ഇളവുകൾ ദുരുപയോഗം ചെയ്യാതിരിക്കാനാണ് ഈ സംവിധാനം. അതുപോലെ തന്നെ ഉജ്ജ്വല പരിപാടിക്ക് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഉപഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത KYC നിർബന്ധമാക്കി. അതും ഓരോ സാമ്പത്തിക വർഷവും ഒരിക്കൽ ഇത് ചെയ്യണം. ഉജ്ജ്വല ഇതര ഉപഭോക്താക്കൾക്കും KYC പൂർത്തിയാക്കിയതോടെ ഉപഭോക്താക്കൾക്ക് ഈ വ്യവസ്ഥ ബാധകമല്ല. അതേസമയം സാധാരണ ഓരോ മാസം 1 എണ്ണ കമ്പനികൾ LPG വില പുതുക്കുന്നത്. യുദ്ധത്തെ തുടർന്ന് മാത്രം 2 തവണ എണ്ണ കമ്പനികൾ വില കൂട്ടിയിരുന്നു. മാർച്ചിൽ ഗാർഹിക സിലിണ്ടറുകളുടെ 14.2 ഗ്രാമിൻ്റെ വില 60 രൂപ കൂട്ടിയിരുന്നു. മെയ്യിലും വില കൂട്ടും. ഇപ്പോൾ വില കൂട്ടിയിട്ടുണ്ട്. നിലവിൽ 922 രൂപയാണ് വില. വാണിജ്യ സിലിണ്ടറിൻ്റെ വില ഇന്നലെ വരെ മാർച്ചിൽ 144 രൂപയും ഏപ്രിൽ 200 രൂപയും കൂട്ടിയിരുന്നു. ഇതിൻ്റെ വിലയും കൂട്ടാനാണ് സാധ്യത. നിലവിൽ 2212 രൂപയാണ് തിരുവനന്തപുരത്തെ വില. അപ്പോൾ പരിഭ്രാന്തി വേണ്ട സർക്കാർ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, പാചകവാതകം എന്നിവ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്നും പരിഭ്രാന്തി വേണ്ട എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വന്നിരിക്കുന്ന വാർത്ത, നമുക്ക് ഇത് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിന്ന് അവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഹായ് അല്ലെങ്കിൽ റീഫിൽ എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു സംവിധാനം വരും. SMS അയച്ചാൽ വരും. അങ്ങനെ പല രൂപത്തിലാണ് ഗ്യാസ് ബുക്കിങ്ങിൻ്റെ ഓൺലൈൻ സംവിധാനം മാറുന്നത്. എന്തായാലും ബുക്കിങ്ങിൻ്റെ നിയമങ്ങൾ മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായി OTP അടിസ്ഥാനമാക്കി മാത്രമേ ഇനി കൊടുക്കുകയുള്ളൂ. അത് അവിടെ ചെന്നെടുത്താലും നേരത്തെ എടുത്താലും അത് വളരെ പ്രധാനമായി OTP അടിസ്ഥാനമാക്കി മാത്രമേ കൊടുക്കുകയുള്ളൂ. EYC നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 900 വാണിജ്യ സിലിണ്ടറുകൾക്ക് 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ ആയിട്ടുണ്ട്. വീണ്ടും സിലിണ്ടറിൻ്റെ വില കൂടാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും LPG ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന മാറ്റങ്ങൾ ബുക്കിങ്ങിലൊക്കെ വലിയ മാറ്റമാണ് വരുന്നത്. അത് തീർച്ചയായിട്ടും എല്ലാവരും കാത്തിരിക്കുക. അതുപോലെ തന്നെ OTP അടിസ്ഥാനമാക്കിയിട്ടാണ് ഡെലിവറി എന്ന് ഞാൻ പറഞ്ഞു. PNGയിലേക്കുള്ള മാറ്റം പ്രോത്സാഹിപ്പിക്കുക എന്നിവ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഊർജ്ജ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നത് കൂടിക്കൊണ്ട് വളരെ കൃത്യമായ ഒരു പരിഷ്കാരങ്ങളാണ് ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 45 ദിവസമാക്കിയതും മറ്റു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്തായാലും ഗ്യാസ് ബുക്ക് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ചെയ്യണം. നിങ്ങൾ കബളിപ്പിക്കപ്പെടാതിരിക്കാനും യഥാർത്ഥ ഉപഭോക്താവാണ് ഈ ഗ്യാസ് വാങ്ങുന്നതെന്നൊക്കെ ഉറപ്പുവരുത്താനാണ് OTP സമ്പ്രദായമൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് മനോഹരമായി വരട്ടെ. തീർച്ചയായിട്ടും വില ഇങ്ങനെ അടിക്കടി കൂടുന്നത് ഒരു വലിയ വിഷയമാണ്. ഗ്യാസിൻ്റെ ക്ഷാമം വന്നതുകൊണ്ട് ഒരുപാട് കടകളും ഹോട്ടലുകളും ഒക്കെയാണ് അടച്ചിട്ടത്. പക്ഷെ അതൊക്കെ വീണ്ടും തുറന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ.
നമുക്ക് വീണ്ടും പുതിയ വിഷയങ്ങളുമായി നമ്മൾ വരും. ഇതിനകത്ത് സർവീസ് സ്റ്റോറി, ഗ്യാസിൻ്റെ വിഷയങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങളുമായി നമ്മൾ വീണ്ടും വരും. എന്തായാലും ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിൽ ചില പരിഷ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്, കമ്പനികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പരിഷ്കാരങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. നിരന്തരം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ വീക്ഷിക്കുക. ഇതുപോലുള്ള പുതിയ പുതിയ ടിപ്പുകളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളടുത്തേക്ക് വരുന്നതായിരിക്കും.